നമ്മുടെ മലയാള സിനിമയിലെ താരരാജാവായിട്ടുള്ള എന്താ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ തന്റെ താരസിംഹാസനവും അതുപോലെ തന്നെ കിരീടവും കാര്യങ്ങളൊക്കെ ഒരു ഇൻഡസ്ട്രീറ്റ് അടിച്ച് തന്നെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ വിജയക്കുതിപ്പ് ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ അടുത്ത സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ മോഹൻലാലിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ 100 കോടി ചിത്രമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അത്രയും വലിയ ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സിനിമ ഗംഭീര വിജയമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. എമ്പുരാൻ എന്ന ഇൻഡസ്ട്രീറ്റ് അടിച്ച് ഇന്ത്യ ഒന്നാകെ തിളങ്ങി നിൽക്കുന്ന ഒരു നടനായിട്ട് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ മാറിക്കഴിഞ്ഞു. ഈ സിനിമ തുടരുന്ന സിനിമ എമ്പുരാന്റെ മുന്നേ റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. ആ ഒരു സമയത്ത് തുടരുന്ന സിനിമയ്ക്ക് യാതൊരുവിധ ഹൈപ്പും ഉണ്ടായിരുന്നില്ല, മറ്റുള്ള ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എമ്പുരാന് ശേഷം ഇവർ റിലീസ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം വലിയൊരു തീരുമാനം തന്നെയാണ്. കാരണം തുടരും എന്ന സിനിമയ്ക്ക് ഇപ്പൊ വലിയ രീതിയിൽ ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞു. സീറോ പ്രൊമോഷൻ, സീറോ ഹൈപ്പ് മാത്രം നിന്നിരുന്ന ഒരു സിനിമ ഇപ്പൊ വലിയ ഹൈപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രീ റിലീസ് ബുക്കിങ്ങിലൊക്കെ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു. രണ്ടാമതായിട്ട് പറയാനുള്ളത് സിനിമയിലെ സംവിധായകനായിട്ടുള്ള തരുൺമൂർത്തിയാണ്. ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളാക്ക എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി മലയാളത്തിലെ ഏറ്റവും വലിയ താരമായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ വെച്ച സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ സിനിമയായിരിക്കില്ല, ഒരു സാധാരണ സിനിമയായിട്ട് എന്തായാലും തരുൺമൂർത്തി സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കില്ല. അപ്പൊ എന്തായാലും വലിയൊരു വിജയമാവാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് സിനിമയുടെ വാർത്തകളൊക്കെ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകത കൊണ്ട് തന്നെ സിനിമ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് സിനിമയുടെ ട്രെയിലറാണ്. ഈ സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള ഹൈപ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മുന്നേ പറഞ്ഞു. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ ഒന്ന് പുറത്തുവിട്ടു. ട്രെയിലർ പുറത്തുവിട്ടതിന് ശേഷം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ലാലേട്ടൻ ഫാൻസ് മാത്രമല്ല, മലയാള സിനിമ പ്രേമികൾ ഒന്നാകെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊരു ഫാമിലി സിനിമയാണോ, ഇതൊരു റിവെഞ്ച് സിനിമയാണോ, ഇതൊരു ആക്ഷൻ സിനിമയാണോ എന്നിങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിലർ കണ്ട എല്ലാവരും ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ബുക്കിംഗ് ഈ സിനിമയ്ക്ക് കയറിയതും. അത് പറയാതെ വയ്യ. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത് മോഹൻലാലും അതുപോലെ തന്നെ ശോഭന, സൂപ്പർ താര ജോഡികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു. ഈ രണ്ട് ജോഡികളും എന്നൊക്കെ ഒന്നിച്ചിട്ടുണ്ടോ അന്നൊക്കെ നമുക്ക് സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നിക്കുമ്പോൾ കുടുംബ പ്രേക്ഷകർ എന്തായാലും ഈ സിനിമയ്ക്ക് തള്ളി കയറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കുടുംബ പ്രേക്ഷകർ കയറിയിട്ട് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്ത് ഈ ഒരു സിനിമ വലിയ രീതിയിൽ വിജയമാവും. ആ ഒരു സംശയം കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട. വെക്കേഷൻ സീസണാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നാൽ ഈ ഒരു സമ്മർ വെക്കേഷൻ സീസണിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്ന് ഒരു പോസിറ്റീവ് റിവ്യൂസ് ആണ് സിനിമക്ക് ആദ്യ ഷോ കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ പിന്നെ ഈ സിനിമക്ക് നടക്കാൻ പോകുന്ന ചരിത്രമായിരിക്കും. ദൃശ്യം എന്ന സിനിമക്ക് സംഭവിച്ച അതേപോലെ ഒരു ചരിത്രമാവാനുള്ള എല്ലാ പ്രതീക്ഷയും ഈ സിനിമക്ക് ഇപ്പൊ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വർഷത്തെ ലാലേട്ടന്റെ രണ്ടാമത്തെ 100 കോടി സിനിമയായിരിക്കുന്നു. കാരണം അത്രയേറെ പ്രതീക്ഷയുണ്ട്, അത്രയേറെ ആളുകൾ സിനിമയ്ക്ക് കാത്തിരിക്കുന്നുണ്ട്. ഒരു നോർമൽ സിനിമയായിട്ട് പോലും പ്രീ ബുക്കിങ്ങിലൂടെ സിനിമ 2 കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വെക്കേഷനാണ്, അവധി ദിനങ്ങളാണ്. ഇനി അങ്ങോട്ട് കളക്ഷൻ സിനിമയ്ക്ക് പോസ്റ്റ് റിവ്യൂസ് വന്നാൽ എങ്ങനെ കയറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ തരത്തിലായിരിക്കും. കാരണം വെക്കേഷൻ സമയത്താണ് തിയേറ്ററിൽ ജനങ്ങൾ, കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കയറി വരിക. ആ സമയത്ത് തന്നെ നല്ലൊരു ഫാമിലി സിനിമ, നല്ലൊരു റിവ്യൂ സിനിമയൊക്കെ പുറത്തു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗംഭീര വിജയമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എല്ലാത്തരം വിജയാശംസകളും സിനിമക്ക് നേരുന്നു. പിന്നെ സൂപ്പർ താര ചിത്രങ്ങൾക്ക് ആദേശം കഴിയുമ്പോൾ ഫാൻസ് ഈ സിനിമ വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഹേറ്റേഴ്സ് സിനിമ പൊട്ടിക്കാനാണ് കാത്തിരിക്കുക. അതുകൊണ്ട് തന്നെ പഴയകാല സിനിമകളിലെ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മോഹൻലാലിന്റെ അഭിനയം പോരാ, മോഹൻലാലിന്റെ ഈ സിനിമ പോരാ, ഈ മോഹൻലാൽ സിനിമയിൽ മഹാബോറാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പഴയ സിനിമകളുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ സിനിമയുടേതാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നവരെ കാത്തിരിക്കുക. ഞാൻ എന്തായാലും സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിവ്യൂസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.